ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തോന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം, മിറാക്കിൾ ഫ്രൂട്ട്. ഞാൻ ഇതുവരെയായിട്ട് സംഭവം കഴിച്ചിട്ടില്ല. ഇതെനിക്കൊരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ്. ഞാൻ അവളെ സ്റ്റാറ്റസ് കണ്ടിത് വേണമെന്ന് പറഞ്ഞ് പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് കഴിച്ചതിന് ശേഷം എന്ത് കഴിച്ചാലും മധുരമാണോ ഇനിപ്പാണ് എന്തോ സംഭവം നോക്കാം. ഞാൻ ഇതിന്റെ കൂടെ കഴിക്കാൻ വെച്ചേക്കണ സംഭവം എന്ന് വെച്ചാൽ നാരങ്ങയാണ്. നമുക്ക് ആദ്യം ഈ സാധനം കഴിച്ചു നോക്കാം. കഴിക്കാം. ഇത് നല്ല പുളിപ്പ്. കൊള്ളാം. ഇല്ല, പുളിപ്പുണ്ട്, മധുരമുണ്ട്, കയ്പ്പ്. കഴിക്കണം. അപ്പൊ എനിക്ക് പുളിപ്പ്. നീ അരി കടിച്ച് അരി കഴിക്കണ്ട, വെറുതെ അരി കഴിക്കണ്ട. അരി ഇതിന് ഫ്ലഷ് മാത്രം അരിച്ചു തിന്നാ മതി. അയ്യോ, അടിപൊളി മധുരം ആണോ? ഒന്നും കൂടെ ഉണ്ട്. രണ്ടാമത് കഴിച്ച നല്ല മധുരം. നീ അരി കഴിച്ചിട്ട് കയ്പ്. ഞാൻ അതാണ് അരി കടിച്ചു നോക്കിയ. അരി നല്ല കയ്പായിട്ടുണ്ട്. നല്ല മധുരം, നല്ല മധുരം. എന്റെ ബെഡിൽ തുപ്പിയിടുന്നത് കഴിച്ചു തീർന്നല്ലോ. എനിക്ക് കഴിക്കണം. നിനക്ക് രണ്ടാമത്തെ ഇപ്പൊ മൂന്നെണ്ണം കഴിച്ച്, 2 കഴിച്ചാൽ മതി എന്ന് പറയണം. അപ്പം നമുക്കിനി നാരങ്ങ കഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കും. ഇനിപ്പാ പുളിപ്പാ എന്താണെന്ന് നോക്കാം. എനിക്കണം, എനിക്കിരിക്കണം. എനിക്കല്ലേ അൽഫിക്ക് പുളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് നാരങ്ങ കഴിച്ചു നോക്കാം. ഞാൻ കഴിക്കണം. ഞാൻ കഴി ഇനിപ്പ് എനിക്ക് എന്തൊക്കെയോ ഇനിപ്പും പുളിയുണ്ട് സത്യം പറഞ്ഞ. പക്ഷെ അതിന്റെ കൂടെ കട്ട് ഇനിപ്പടിച്ച് കയറണല്ലേ. ഇതിന്റെ മട്ടില് പഞ്ചസാര ഇട്ട് കഴിച്ചാൽ പഞ്ചാര, നമ്മൾ നാരങ്ങയുടെ കൂടെ പഞ്ചാര തേച്ച് കഴിച്ചാൽ എങ്ങനെയാണ് അതേ പുളിപ്പുണ്ട്. പക്ഷെ കൊള്ളാം. ഇങ്ങനെയാണ് എന്താ ശരിക്കും നാരങ്ങ കഴിക്കുമ്പോ കുഴപ്പമില്ല. നിങ്ങൾ കഴിച്ചു നോക്കിയായിരുന്നാ? നാരങ്ങ കഴിച്ചു നോക്കിയായിരുന്നാ? എനിക്ക് പുളിക്കാണ്. എനിക്ക് നാരങ്ങയ്ക്ക് പുളിപ്പുണ്ട്. പക്ഷെ ഇത് സംഭവം എന്ന് വെച്ചാ നാരങ്ങയില് എടി പുളിപ്പുണ്ടെങ്കിൽ ഇനിപ്പില്ലേ? ഓ, കറയൊക്കെ ഉണ്ട്. ഇത് കഴിച്ച് എന്ത് കഴിച്ചാലും മധുരം എന്നാണ് പറയണത്. പക്ഷെ എനിക്ക് ഇതിൽ മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നാരങ്ങയില് മധുരമുണ്ട്. നാരങ്ങയില് പഞ്ചാര ഇട്ട് കഴിക്കുമ്പോ നമുക്ക് മധുരവും പുളിപ്പും കൂടെ വരുമല്ലേ. ആ ഒരു ഇത് കയ്പുള്ള സാധനമല്ല. കഴിച്ചു നോക്കിയാലോ? ഞങ്ങളുടെ കയ്പുള്ള സാധനത്തിൽ തൊലി എടുത്ത് കഴിച്ചു. കയ്പൊക്കെ അറിയാം. തോസിക്ക് തന്നെ കഴിക്കണ്ട കേട്ടോ. കയ്പൊക്കെ അറിയാം ഗൈസ്. പക്ഷെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള അവർ ഈ സാധനം കൊടുത്ത് കഴിച്ചിട്ട് നാരങ്ങ കൊടുക്കും ഭയങ്കര ഇനിപ്പായിട്ട് തോന്നും. ഇനി ഫസ്റ്റ് ഇത് കഴിച്ചപ്പം നാരങ്ങ കട്ട പഞ്ചാര ഇട്ട് നമ്മൾ നാരങ്ങയില് കഴിക്കുന്ന അതാണ് എനിക്ക് തോന്നിയില്ലേ. പുളിപ്പറിയാൻ പറ്റി. പക്ഷെ കട്ട മധുരം നമ്മള് പഞ്ചാര വാരിയിട്ടില്ല കഴിക്കുന്ന ഫീല്. ഇപ്പൊ മൂന്നാമത്തെ കഴിച്ച് കയ്പറിയാൻ പറ്റണ നാരങ്ങര. നിനക്കറിയുന്നില്ലേ? തൊലിയൊക്കെ കടിച്ചു അല്ലേ? നാരങ്ങര വെള്ളം മാത്രം കഴിച്ചു. ഇത് മാത്രം പുഴിഞ്ഞ് വായിലോട്ട് ഒഴിച്ച് നോക്കണം. മാത്രം പറഞ്ഞില്ല, പക്ഷെ പുഴിഞ്ഞ് വായിലോട്ട് ഒഴിച്ച് നോക്കും. ഇനിപ്പില്ലേ? ഉണ്ട്. നമ്മള് നാരങ്ങ എടുത്ത് ബൈറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. നാരങ്ങ കൊണ്ട് എടുത്തോണ്ട് വേണ്ട. കയ്പൊക്കെ ഉണ്ട്. ഇത് ഈ നാരങ്ങ കയ്പൊക്കെ ഉണ്ട്. നോക്കട്ടെ. കയ്പുണ്ടടി.
കയ്പുണ്ട്, ഇനിപ്പുണ്ട്. ഒരു കുരുവും കൂടെ കഴിച്ചു നോക്കുന്നു. ഇനിപ്പുണ്ടല്ലോ. കുരു ഇല്ലേ തീർന്നു. കുരു തീർന്നു, കുരു തീർന്നു. ഇത് കടിച്ചു പൊട്ടിച്ചോണ്ടാണെന്ന് തോന്നി. ഇങ്ങനെ കടിച്ചു പൊട്ടിച്ചു കൊളാക്കി. എനിക്ക് മധുരിച്ചില്ലെന്നല്ല, പക്ഷെ സത്യം പറഞ്ഞ സംഭവം എന്ന് വെച്ചാ സത്യം പറഞ്ഞ ഈ സംഭവം എന്ന് വെച്ചാ മധുരം അറിയാം, പുളിപ്പും അറിയാം, കയ്പും അറിയാം. ഇത് കഴിച്ചാൽ ഫുള്ള് മധുരം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇവക്ക് ഫുള്ള് പുളിപ്പായിരുന്നു. പൊളിച്ചു ഗൈസ്, സത്യമായിട്ട് പൊളിച്ചു. ഇവക്ക് പുളിക്കാൻ എന്റെ ആദ്യമേ കുരു എടുത്ത് ചവച്ച് പൊട്ടിച്ച്. ഈ നാരങ്ങ കൊള്ളൂല, ഈ നാരങ്ങ കൊള്ളൂല. ഇത് കയ്പ്. ഒരു കുരു കൂടെ ഉണ്ട്. കുറച്ച് നീ കഴി, കുറച്ച് എനിക്ക്. ഇത് കുരു ചവച്ച് കഴിച്ചു. എന്നിട്ടാ ഇത് കഴിക്കണം. നീ പുതിയ നാരങ്ങ എടുത്തുണ്ട്. നാരങ്ങ വെള്ളത്തിലൊക്കെ പഞ്ചസാര ഇടൂലേ? അതന്നെ, നാരങ്ങ പഞ്ചാര ഇട്ട് തിന്നണ അങ്ങനെ അങ്ങനെ. എനിക്കല്ലാതെ ഞാൻ കയ്പ് ഫീൽ ചെയ്തു, പുളിപ്പും ഫീൽ ചെയ്തു. എല്ലാം ഫീൽ ചെയ്തു ഗൈസ്. ഫ്ലോപ്പായി. ഫ്ലോപ്പ് അല്ല, നമുക്ക് മധുരിച്ചില്ലേ? മധുരിച്ചു. ആ, അതാണ് സംഭവം. നമുക്ക് പുളിപ്പുള്ള കഴിച്ചാൽ പുളിപ്പിന്റെ കൂടെ മധുരം. നമ്മള് നാരങ്ങ ഇപ്പൊ ഇത് കഴിച്ചിട്ട് നമുക്ക് നാരങ്ങ പഞ്ചാര ഇടാതെ കലക്കി വെക്കാം. ഞാനിപ്പോ അത് കഴിച്ചു. ഗൈസ്, ഞാൻ പോയി നാരങ്ങ പഞ്ചാര ഇടാതെ കലക്കി കൊണ്ടുവരാം. എന്നിട്ട് അതിന് ഇനിപ്പുണ്ടാവും നോക്കാം. അങ്ങനെ നമ്മളെ പരീക്ഷണം ഇവിടെ തീർന്നില്ല. ഇനി ഇവക്ക് ഫുള്ള് കഴിപ്പോ ഇനിയിപ്പോ പുളിപ്പൊന്നൊക്കെയാണ് പറയണേ. ഞാൻ നാരങ്ങ മധുരം, പക്ഷെ മധുരം ഇടാത്ത നാരങ്ങ വെള്ളം എടുത്തോണ്ട് വന്നെ. നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം. ഇങ്ങനെയായിരുന്നു ചെയ്യാളെ ഗൈസ്. നമ്മള് തലയിരുന്ന് കാണിച്ചത്. എനിക്ക് പുളിക്കണം. ഞാൻ അത് കഴിപ്പോയി. ഓയ്, എനിക്ക് ഭയങ്കര മധുരം. പുളിപ്പും ഇല്ലേ നാരങ്ങനെന്ന് അറിയാൻ പറ്റും. നാരങ്ങ മധുരം ഇട്ട് കലക്കിയ വെള്ളം കണക്കിരിക്കുന്നു. അതൊന്നാണ്ട് കൊള്ളാം. മധുരമുള്ള നാരങ്ങ വെള്ളം. നിനക്ക് പിന്നെ എന്തിനു പുളിക്കാതെ നാരങ്ങ വെള്ളം കിട്ടുമോ? ഞാൻ വിചാരിക്കണേ എന്ത് കഴിച്ചാലും മധുരം വരുമെന്ന്. ഒരു തുള്ളി പഞ്ചാരയുടെ സാധനം ഇത് കഴിച്ചാൽ നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടില്ല. അത് തന്നെ. പെട്ടെന്ന് ഇത് നെല്ലിക്ക ജ്യൂസാണ്. അതിന് നീ കുടിക്കാൻ തോന്നല്ലോ സത്യം പറയാൻ. ചെറിയൊരു ഇനിപ്പ് ഫീൽ ചെയ്യുന്നു അല്ലേ? ഇതില് മനസ്സിലാവും. ഉണ്ട്. നല്ല ഇത് കൊള്ളാം. കഴിച്ചിട്ടാണ് സക്സസ് ആയത്. എനിക്ക് നാരങ്ങളും ഇഷ്ടപ്പെട്ട ഓക്കെ, സാധനം സെറ്റ്. അപ്പം മധുരം ഫ്ലോപ്പ് ആയില്ല. നമ്മളെ Bye, guys. തൊലിയിലൂടെ ഒക്കെ വെച്ച് ആദ്യം ഭയങ്കര സംഭവിക്കുന്നു പറഞ്ഞ് കാണിച്ചു വന്നതാ. പോണാരട്ടെ. നമുക്ക് പറ്റിയ പത്തെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ മുറിച്ച് നാരങ്ങ കടിച്ച് എടുത്ത അപ്പൊ അതിന്റെ കയ്പ് അറിയാൻ പറ്റി, പുളിപ്പ് അറിയാൻ പറ്റി. പക്ഷെ കട്ട നാരങ്ങയിൽ മധുരമായിട്ട് കഴിക്കുന്ന എനിക്ക് തോന്നി. രണ്ടാമത് നാരങ്ങ വെള്ളം മധുരത്തോടെ നമുക്ക് കുടിക്കണമെങ്കിൽ ഈ രണ്ട് സാധനം കഴിച്ചിട്ട് നാരങ്ങ വെള്ളം വെറുതെ കലക്കി കുടിച്ചാൽ മതി, ഷുഗർ ഫ്രീ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടൊക്കെ ഉള്ളൂ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് എന്ത് കഴിച്ചാലും മധുരം എന്നൊക്കെ. ഫസ്റ്റ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് എന്തായാലും മധുരം കഴിച്ച്. പിന്നെ നാരങ്ങ തോരി കട്ട പുളിപ്പുള്ള നാരങ്ങ എന്ന് വെച്ചാൽ നല്ല പച്ച സാധനം. അതുകൊണ്ടായിരിക്കും എനിക്ക് കയ്പ് ഫീൽ ചെയ്ത് പുളിപ്പും അറിയായിരുന്നു. പക്ഷെ നാരങ്ങ വെള്ളം തീർന്നു. ഞാൻ ഒരു തുള്ളി പഞ്ചാര ഇടാതെ ഇത്രയും നാരങ്ങ വെള്ളം, ഞാൻ കിൻഡൽ കണക്കിന് പഞ്ചാര ഇട്ടിട്ടാണ് ഇത്രയും ഇനിപ്പിൽ ഞാൻ നാരങ്ങ വെള്ളം കലക്കുന്ന. അടിപൊളി നാരങ്ങ വെള്ളം. അപ്പൊ ഈ ഫ്രൂട്ട് കൊള്ളാം ഗൈസ്. ഷുഗർ ഫ്രീ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ 2 ഫ്രൂട്ട് കഴിക്കുക, ഒരു നാരങ്ങ പുഴിഞ്ഞ് കുടിക്കുക, സംതൃപ്തി. അടിപൊളി സാധനം, കൊള്ളാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.